നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ. വീണ പല കമ്പനികളിൽ നിന്നായി കോടികൾ വാങ്ങി. നടന്നത് ആസൂത്രിതമായ കൊള്ളയെന്നും MLA. വീണ വിജയന്റെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ CPM-ന് മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി. മുൻമന്ത്രി AC മൊയ്തീന്റെ വടക്കഞ്ചേരിയിലെ വീട്ടിൽ ED റെയ്ഡ്. പരിശോധന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ. മൊയ്തീന്റെ വീട്ടിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പുരാവസ്തു തട്ടിപ്പിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ K. സുധാകരൻ EDക്ക് മുന്നിൽ. ഇടുക്കിയിലെ CPIM ഓഫീസുകളുടെ നിർമ്മാണം നിർത്താൻ ഹൈക്കോടതി നിർദ്ദേശം. ശാന്തൻപാറ, ബൈസൺ വാലി, ഉടുമ്പൻചോല ഓഫീസുകളുടെ നിർമ്മാണം നിർത്തണം. സ്റ്റോപ്പ് മെമ്മോ കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. മലപ്പുറം തുവൂരിലെ സുജിതയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം മറയ്ക്കാൻ ശുചിമുറി പണിയാൻ ശ്രമിച്ചു. സുജിതയുടെ ആഭരണങ്ങൾ പ്രതികൾ വിറ്റെന്നും പോലീസ്. യൂത്ത് കോൺഗ്രസ് നേതാവടക്കം 5 പേർ പിടിയിൽ. ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർക്കെതിരെ നടപടിയുമായി സീറോ മലബാർ സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി സിനഡ്. നടപടിക്കെതിരെ പ്രതിഷേധവുമായി വൈദികർ. സോഫ്റ്റ് ലാൻഡിംഗിനൊരുങ്ങി ചാന്ദ്രയാൻ 3. ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചന്ദ്രനിലിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സോഫ്റ്റ് ലാൻഡിംഗ് നാളെ വൈകിട്ട് 6:04 പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യൻ ശാസ്ത്രലോകം.